ശൈഖുൽ ജാമിഅ അങ്ങനെ ഒരു അപരനാമത്തിലൊരു പണ്ഡിത തേജസ് അറിയപ്പെട്ടിട്ടില്ല. ജാമിഅ നൂരിയ പത്തിക്കാടിന്റെ എല്ലാത്തിന്റെയും ആത്മീയ വെളിച്ചത്തിന്റെ ഉടയോനായി ലോക ഭൂഖണ്ഡങ്ങളുടെ നെറുകയിൽ മലയാള പാണ്ഡിത്യത്തിന്റെ ഗരിമയെ കൊണ്ടുപോയി എത്തിച്ച ഈ ദേശാന്തരങ്ങൾക്കപ്പുറത്തേക്ക് ഇസ്ലാമിക ശബ്ദമായി മാറിയ മഹാനായ ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഖാദിമ്. അതേ മഹാനവറുകൾക്ക് അവസാന അവശതയുടെ സമയത്ത് സേവനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്മാൻ ഫൈസി അരിപ്ര മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ഹംദാനിൽ വരുമ്പോഴും അദ്ദേഹം ഒരു നിഴല് പോലെ കൂടെയുണ്ട്. ആകാശലോകത്തുനിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വന്ന നേരം ശ്വാസ തടസ്സം കൊണ്ട് മഹാനവറുകൾക്ക് ശബ്ദം വെളിയിലേക്ക് വരില്ലെന്ന് കൂടെ നിൽക്കുന്നവര് ഭയക്കുമ്പോ ആ സമയത്തൊരു പിടച്ചിൽ വന്നു. സ്വർഗത്തിന്റെ മാലാകമാരുടെ തലോടല് കേട്ട് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം കണ്ടുകൊള്ളൂ എന്ന വാക്ക് കേട്ട് മാനവരുകൾ 3 പ്രാവശ്യം ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എളുപ്പമാണ്. 3 പ്രാവശ്യം ശ്വാസ തടസ്സം കൊണ്ട് ഒരു രോഗിക്ക് പറയാൻ തടസ്സമുള്ള സമയത്ത് ഒരിടതടവില്ലാതെ ഒരക്ഷരത്തിന്റെ സ്ഖലനമില്ലാതെ നല്ല സ്ഫടിക സമാന സ്ഫുടതയോടെ 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ശൈഖുൽ ജാമിഅ വിട പറഞ്ഞു. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് തിരൂർക്കാട് പള്ളിയിലെ 16 വയസ്സ് പ്രായമുള്ളപ്പോ അതിനു മുമ്പ് 10 പതിറ്റാണ്ടുകളോളം പ്രിയപ്പെട്ട വാപ്പ മാസറ വിളിച്ചിട്ട് മുഅ്മിനീങ്ങളെ വിളിച്ച തിരൂർക്കാട് ജുമുഅ മസ്ജിദിലെ അവിടെ 16ാമത്തെ വയസ്സിൽ മിമ്പറിൽ കയറി ഖുത്ബ ഓതിയ അവസ്ഥയുടെ തൊട്ടു മുമ്പ് വരെ ഉസീക്കും ഇബാദല്ലാഹ് എന്ന തിരൂർക്കാട് ജുമുഅ മസ്ജിദിന്റെ മിമ്പറിൽ ഖുത്ബ ഓതിയ മഹാനായ ആലിക്കുട്ടി ഉസ്താദ്